ഹലോ. അങ്ങനെ കാത്തിരുന്ന് രവിതയുടെ കല്യാണം എത്തി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂടപ്പിറപ്പിൻ്റെ കല്യാണം പോലെ അത്രയും സന്തോഷമുള്ളൊരു കല്യാണം കേട്ടോ. എനിക്കിതിപ്പോൾ പറയുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും ഭയങ്കര സന്തോഷം ഇത് വീഡിയോ ഒന്നുകൂടെ കാണുന്നതിൻ്റെ. എനിക്ക് അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ രവിത ലാസ്റ്റ് വരാമെന്ന്. പക്ഷെ ഞങ്ങൾ തലേന്ന് ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് അവൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നേരത്താണ് ഞാൻ എത്തിയത് കേട്ടോ. അവളെ ഇങ്ങനെ കല്യാണ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണെന്നറിയില്ലേ, അതിപ്പോഴും എനിക്ക് അങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ കല്യാണച്ചക്കനും എത്തി. മണ്ഡപം എന്ന് പറയുന്നത് ഇവിടെ ഒരു പാരിഷ് ഹോളാണ് കേട്ടോ, പള്ളി വക ഒരു പാരിഷ് ഹോളുണ്ട്, അവിടെയാണ് കല്യാണം. ആദ്യം തന്നെ കന്യാദാനമാണ്. ഞങ്ങളുടെ നമ്പൂതിരി ഭയങ്കര ക്ലാസ് ആയിരുന്നു കേട്ടോ. അത് നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് ലാഗായിരുന്നു ക്ലാസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് താലി കെട്ടാൻ വേണ്ടി പോവുകയാണ്. എനിക്കിവിടെ സൈഡിലിരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നേ ഇല്ല, പക്ഷേ ഈ ഒരു മൊമെൻ്റ് എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ പാർട്ടി പോപ്പ് പൊട്ടിച്ചപ്പോൾ നമ്പൂതിരിക്ക് ഇഷ്ടമാവാണ്ട് ചന്ദനം എറിഞ്ഞു കേട്ടോ. താലികെട്ട് കഴിഞ്ഞു, ചെക്കന് മാല ഇട്ട് കൊടുത്തു, പിന്നെ പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത്. എൻ്റെ അടുത്തും കുറേ വീഡിയോ മിസ്സായെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പൊന്നു വീഡിയോ എടുക്കുന്നില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിക്കുന്നത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും കൈയും പിടിച്ച് 3 റൗണ്ട് ചുറ്റി. പിന്നെ ഇതാ സിന്ദൂരം തൊടിയിക്കുന്നതാണ്. സിന്ദൂരം തൊടിയിച്ച് കഴിഞ്ഞ് പിന്നെ രബിതയുടെ അച്ഛൻ ഇങ്ങനെ പഴമാണോ എന്തോ കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അത് കഴിഞ്ഞ് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. പള്ളിയുടെ മുറ്റത്ത് അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി. ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഉച്ചയ്ക്ക്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു, ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചു അവൾ ഒരു തുള്ളിയെങ്കിലും കരയുന്നു, അവൾ കരഞ്ഞില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ സങ്കടം വരികയായിരുന്നു, അയ്യോ രവിത കല്യാണം കഴിഞ്ഞ് പോവുകയാണല്ലോ, ഇനി അവളെ കാണണമെങ്കിൽ അവിടേക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഞങ്ങൾ റിസപ്ഷന് പോവുകയാണ്. ചെക്കൻ്റെ വീട്ടിലേക്ക് ഒരു 1/4 മണിക്കൂറുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഗേൾസ് ഗ്യാങ് എല്ലാം നിന്നു ഡാൻസ് കളിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താ അറിയില്ല, ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പറ്റുന്നില്ല ബസ്സിന്. ഞങ്ങൾക്കൊക്കെ തടി കൂടിയോണ്ടാണോ അറിയത്തില്ല, സ്പേസ് കിട്ടുന്നില്ല. പണ്ട് സ്കൂളിൽ നിന്ന് അങ്ങനെയല്ല അതിനല്ലോ. ചെക്കൻ്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അങ്ങനെ ചെക്കനും പെണ്ണും വന്ന് ചെക്കൻ്റെ ഗ്യാങ് എല്ലാവരും ഫോട്ടോ എടുത്ത് പെണ്ണിനെ മാറ്റി നിർത്തി ഗൈസ്. അവിടെയും ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് മടുപ്പായതുകൊണ്ട് ഞാൻ പിന്നെ ചപ്പാത്തി കഴിച്ചത്. ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ബിരിയാണി വേണ്ടാത്തവർക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് രബിതയുടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് രബിത, ലവ് യു.